എന്തോ വളരെ ഡീപ്പായിട്ടുള്ള ആലോചനയിലായിരുന്നു അല്ലേ? ഏയ്, ഞാൻ വെറുതെ. ഈ എഴുത്തുകാരൊക്കെ ഒരുതരം സ്വപ്നജീവികളാണെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ? ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സ് ചുമ്മാ ഓരോന്ന് ഭാവന ചെയ്യത്രേ. എന്താ പ്രോസസ്സിൻ്റെ പേര്? ആഹാ, ഇമാജിനേഷൻ. പറഞ്ഞു കേട്ടതാ കേട്ടോ. പക്ഷേ സുമിത്ര അങ്ങനെ വല്ലപ്പോഴൊക്കെ ഭാവന ചെയ്യുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് തടസ്സം വരരുതെന്ന് മാത്രം. അത് മാത്രമല്ല, ബാങ്ക് ജോലി എന്ന് പറയുമ്പോൾ അത് ലേശം റിസ്ക്കിയാണല്ലോ. ജോലിക്കിടയിൽ ഇമാജിനേഷൻ വന്നാൽ അത് വലിയ പ്രശ്നമാവും. കൈകാര്യം ചെയ്യുന്നത് വല്ലവരുടെയും പണമല്ലേ? എന്താ ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? സുമിത്ര എന്താ ഒന്നും മിണ്ടാത്തത്? ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ്. നിങ്ങൾ ഈ റൈറ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഭാഷയൊന്നും എനിക്ക് പിടിയില്ല. ഐ ആം എൻ എഞ്ചിനീയർ. റൈറ്റേഴ്സും മനുഷ്യരല്ലേ പ്രസാദേട്ടാ? എല്ലാവരും സംസാരിക്കുന്ന ഭാഷ തന്നെയല്ലേ അവരും സംസാരിക്കുന്നത്? ആണോ? അല്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സുമിത്ര ഞാൻ ഹർട്ട് ചെയ്തോ? എന്തു ചെയ്യാം, ചിലപ്പോഴെൻ്റെ വർത്തമാന രീതി ഇങ്ങനെയാ. എനിക്കറിയാം അവിടെ ഇവിടെയൊക്കെ ചില പോരായ്മകളുണ്ട് എൻ്റെ പെരുമാറ്റത്തിൽ. ഉദാഹരണത്തിന് സുമിത്രയുടെ അമ്മാവൻ്റെ വീട്ടിലെ സംഭവം, ഞങ്ങൾ തമ്മിലുള്ള സംസാരം. അതങ്ങനെ വഴിതെറ്റി പോകരുതായിരുന്നു. ഒന്നുമില്ലെങ്കിലും പ്രായത്തിൽ എന്നേക്കാൾ മൂത്തതല്ലേ മനുഷ്യൻ. അത് ഞാൻ ഓർത്തില്ല. പറഞ്ഞു പറഞ്ഞ് കയറി അങ്ങ് പോയി. സുമിത്രയ്ക്ക് ഫീൽ ചെയ്ത് കാണും. ആർക്കായാലും ഫീൽ ചെയ്യും. പക്ഷെ കണ്ടില്ലേ, അതങ്ങനെ അങ്ങ് കലാശിച്ചു പോയി. പിന്നെ സുമിത്രയുടെ അമ്മാവനൊട്ടും അയഞ്ഞു തന്നില്ല. അതൊരു കാരണ. പ്രായത്തിൽ മൂത്തവരല്ലേ ഫ്ലെക്സിബിൾ ആവേണ്ടത്, ക്ഷമിക്കേണ്ടത്. അങ്ങേരെ ഒട്ടും വിട്ടു തന്നില്ല. ശരിയല്ലേ? അതെ. എനിക്കാണെങ്കിൽ ഒരാളോട് വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ആജീവനാന്ത വെറുപ്പാ. ആ സ്ഥിതിക്ക് ആ മനുഷ്യനോട് ഇനി കോംപ്രമൈസിനും സാധ്യതയില്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ. അതല്ലേ എൻ്റെ ഒരു നേച്ചർ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഞാനൊരാളെ പറ്റി പറഞ്ഞില്ലേ, ആ കാസറ്റ് കടക്കാരൻ. എന്താ അയാളുടെ പേര്? പ്രേം. ആ, പ്രേം. സുമിത്രയോട് ഞാനപ്പോൾ ചോദിച്ചത് ഓർമ്മയുണ്ടോ, അയാളുടെ വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ടോന്ന്? ഏയ്, ആ ചോദ്യം അതൊരു നല്ല ചോദ്യമല്ല. ആ ചോദ്യത്തിനിടയിൽ എന്തൊക്കെയോ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു നല്ല ഭർത്താവും ഒരു നല്ല ഭാര്യയോട് ചോദിക്കാവുന്ന ചോദ്യമല്ല അത്. അതൊരു വശം. പക്ഷേ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചാലും കാര്യമുണ്ട്. തൻ്റെ ഭാര്യ തൻ്റേതായിരിക്കണം, തൻ്റേത് മാത്രമായിരിക്കണം എന്ന ഏത് ഭർത്താവും ആഗ്രഹിക്കൂ? ഇംഗ്ലീഷിൽ അതിന് പൊസസീവ്നെസ് എന്ന് പറയും. ഞാനൊരു നല്ല ഭർത്താവാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഐ ആം വെരി മച്ച് പൊസസീവ്. അതുകൊണ്ടാവാം സുമിത്രയോട് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് തെറ്റാണോ? വാട്ട് യു സേ? പുതുപ്പെണ്ണും ചെറുക്കനും വിരുന്നു വന്നിട്ട് പോയിന്നറിഞ്ഞു. ഇപ്പൊ തീർന്നു കാണല്ലോ അമ്മാവന്റെ അമ്മായിയുടെ പിണക്കം. ഓ, അല്ലെങ്കിലും ഞങ്ങൾക്ക് എന്തോന്ന് പിണക്കോ ബാബു? ഞങ്ങളിനി പിണങ്ങിയാലും അതാരാ മൈൻഡ് ചെയ്യാൻ?
അമ്മായിയുടെ സംസാരത്തിൽ പിന്നെയും ഒരു ചെറിയ പിണക്കത്തിന്റെ മണമുണ്ടല്ലോ. കാര്യങ്ങൾ രമ്യമായി തീർന്നില്ലേ? തീരേണ്ടതാണല്ലോ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ അമ്മായി? ആ പറയേ. എന്തിനാ വെറുതെ മനസമാധാനം ഇല്ലാണ്ടാക്കാൻ? എന്തായാലും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. സ്വന്തക്കാരായാലും ബന്ധുക്കളായാലും നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചോ നേരെ വിപരീതമായിരിക്കും അനുഭവം. ഛേ, ഇതൊരു മാതിരി അവിടെ ഇവിടെയും തൊടാതെ മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കാണല്ലോ. എന്താ ഉണ്ടായെന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ? ഛേ. ആ എന്താ അമ്മാവ പ്രശ്നം? അവർ വിരുന്നിന് വന്നിട്ട്? അവർ വന്നിട്ട് പോയി, അത്ര തന്നെ. തിരക്കുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ വിരുന്നിന് വിളിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നടാ. വിളിച്ചത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം. നിനക്കറിയാമോ ബാബു, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയാ നിന്റെ ചേച്ചിയും ഭർത്താവും ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അതെന്താ അങ്ങനെ? തിരക്കുള്ളവരങ്ങനെയാ. മണിക്കണക്ക് നോക്കിയേ അവർ സംസാരിക്കൂ. പോകുന്നിടത്തൊക്കെ പുറകെ ഫോൺ വിളിയും വരും. അപ്പൊ പിന്നെ തിരിച്ചു പോയല്ലേ പറ്റൂ. എനിക്ക് പിന്നെ യാതൊരു തിരക്കുമില്ലല്ലോ. ചുമ്മാ കാലത്ത് മുതൽ വൈകിട്ട് വരെ ഈ വരാന്തയിൽ ഈച്ച അടിച്ചിരുന്നാ മതിയല്ലോ. നമ്മളാര്? ഒരു സാധാ തുണിക്കച്ചവടക്കാരൻ. നമുക്കെന്തോന്ന് ബിസി. എനിക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവരെന്തിനാണ് പെട്ടെന്ന് പോയെന്ന് മാത്രം. അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടാവും. എന്തായാലും ഒരു നല്ല പാഠം പഠിച്ചു മോനെ. ആരോടും ഒരു ആത്മാർത്ഥതയും കാണിക്കരുതെന്ന പാഠം. ഒരു ഗുണപാഠം. ഉപകാരം ചെയ്തോ അതിനുടൻ തിരിച്ചടി കിട്ടിയിരിക്കും, ഉറപ്പാ. അത്ര നല്ല ലോകമാണ്. സുമിത്രേച്ചിയും അങ്ങനെ പെരുമാറിയോ? അവളൊരു ഭാര്യയല്ലേ. ഭർത്താവിന്റെ വാക്കിനാണോ അതോ ഞങ്ങളുടെ വാക്കിനാണോ വില? എന്തായാലും നല്ല അനുസരണമുള്ളവളാ. നന്നായി വരും. എന്തിനാ ആർക്കും ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നേരം കളയണേ? ആ എന്ന് ഞാൻ പോട്ടെ. കടയിലേക്ക് ഞാനുണ്ട് അമ്മാവ. ഇന്ന് ക്ലാസ്സില്ല. ഞാൻ ബാങ്കിലേക്കാ. ബാങ്കിൽ പോയിട്ട് കടയിലേക്ക് പോയില്ലേ? നീ വെറുതെ അവിടെ വന്നിന് സമയം കളയണ്ട. പിന്നെ നാളെ അതൊരു പരാതിയാവും. എനിക്കിപ്പോ സമയം വളരെ മോശമാണ്.